മൂഴിയാർ ഡാമിൽ റെഡ് അലർട്ട് ആണ്. ഷട്ടറുകൾ തുറന്നേക്കും. മൂഴിയാർ ഡാമിന്റെ വൃഷ്ടിപ്രദേശത്ത് ശക്തമായ മഴ തുടരുന്നുണ്ട്. പമ്പയാറിലും കക്കാട്ടാറിലും ജലനിരപ്പ് ഉയരുന്നു. റാന്നി ആറന്മുള നിവാസികൾക്ക് ജാഗ്രതാ നിർദ്ദേശവും നൽകിയിട്ടുണ്ട്. റാന്നിയുടെ കിഴക്കൻ മേഖലയിൽ ശബരിമല ഭാഗത്ത് മഴ വളരെ ശക്തമാണ്. പമ്പയിലെ ജലനിരപ്പ് അമിതമായി ഉയരുന്നുണ്ട്. അപ്പോൾ നമ്മുടെ പ്രദേശങ്ങളിലേക്ക് മഴയെത്താൻ അല്ലെങ്കിൽ ഈ വെള്ളം ഒഴുകിയെത്താൻ വളരെ സാധ്യതയേറെയാണ്. അതുമായി ബന്ധപ്പെട്ട് എല്ലാവരും ശ്രദ്ധിക്കണമെന്നും പമ്പയാറിന്റെ ഇരുകരകളിലും താമസിക്കുന്ന എല്ലാവരും വളരെ ജാഗ്രതയോടെ ഇരിക്കണമെന്നും കഴിഞ്ഞ ദിവസം പ്രളയം ബാധിച്ച പ്രദേശങ്ങളിലെ എല്ലാ ആൾക്കാരും വളരെ കരുതലോടെ ഇരിക്കണമെന്നും ഞാൻ അഭ്യർത്ഥിക്കുകയാണ്. റാന്നിയിൽ നിന്നും നിതിൻ തോമസ് വിവരങ്ങളുമായി ചേരുന്നുണ്ട്. നിതിൻ, റാന്നിക്കാർക്ക് പ്രത്യേക ജാഗ്രതാ നിർദ്ദേശമൊക്കെ നൽകിയിട്ടുണ്ട്. ഈ ശബരിമല മേഖലയിലൊക്കെ ശക്തമായ മഴ പെയ്യുന്നു എന്നാണ് പറയുന്നത്. നിലവിൽ എന്താണ് അവസ്ഥ? മഴയുണ്ടോ? റാന്നിയിൽ ശക്തമായി തന്നെ മഴ തുടർന്നുകൊണ്ടിരിക്കുകയാണ്. മൂഴിയാർ ഡാമിലാണ് അലർട്ട് വന്നിരിക്കുന്നത്. റെഡ് അലർട്ടാണ് നിലവിൽ മൂഴിയാർ ഡാമിൽ പ്രഖ്യാപിച്ചിരിക്കുന്നത്. 192 സെന്റിമീറ്ററാണ് അവിടുത്തെ ഒരു ജലനിരപ്പ്, മാക്സിമം ഉൾക്കൊള്ളാനാവുന്ന ജലനിരപ്പ് എന്ന് പറയുന്നത്. അതിൽ 191 അടിയും ഇപ്പോൾ ഉയർന്നിട്ടുണ്ട്. 192ലേക്ക് എത്തിക്കഴിഞ്ഞാൽ ഏത് സമയം വേണമെങ്കിലും ഇതിന്റെ ഷട്ടറുകൾ തുറക്കും. 3 ഷട്ടറുകളാണുള്ളത്. ആ 3 ഷട്ടറുകൾ തുറന്ന് വെള്ളമൊഴിക്കാൽ കക്കാട്ടാറിലേക്കാണ് ഈ വെള്ളം ഒഴുകിയെത്തുന്നത്. കക്കാട്ടാറും അതുപോലെ തന്നെ പമ്പയാറും കരകവിഞ്ഞൊഴുകാൻ തുടങ്ങും. അങ്ങനെയെങ്കിൽ ഈ റാന്നി അതുപോലെ തന്നെ കോഴഞ്ചേരി ആറന്മുള നിവാസികൾ ജാഗ്രത പാലിക്കണം. ഈ പമ്പയാറിന്റെയും കക്കാട്ടാറിന്റെയും കല്ലാറിന്റെയും തീരത്ത് താമസിക്കുന്നവർ വലിയ തോതിൽ ജാഗ്രത പുലർത്തേണ്ടിയിരിക്കുന്നു. മാറി താമസിക്കേണ്ടവരൊക്കെ മാറി താമസിക്കണം എന്ന് തന്നെ ജില്ലാ ഭരണകൂടം അറിയിച്ചിട്ടുണ്ട്. എന്തായാലും ഇന്ന് കോളേജുകൾക്കും വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും എല്ലാം അവധിയും പ്രഖ്യാപിച്ചിട്ടുണ്ട്. കളക്ടർ അത് ഇന്നലെ തന്നെ പ്രഖ്യാപിച്ചിരുന്നു. ഇപ്പോൾ നമ്മൾ നിൽക്കുന്നത് റാന്നി ടൗണിലാണ്. റാന്നി ടൗണിൽ നമ്മൾ ഇന്നലെ കണ്ടതാണ് ഈ റാന്നി ബസ് സ്റ്റാൻഡിലെ മൊത്തം വേസ്റ്റും കാര്യങ്ങളും എല്ലാം ശുചീകരിച്ചെടുക്കുന്നത്. കഴിഞ്ഞ ദിവസത്തെ വെള്ളപ്പൊക്കത്തിന് ശേഷം ശുചീകരിച്ചെടുക്കുന്നത് നമ്മൾ കണ്ടതാണ്. ഇവിടെ വീണ്ടും ശക്തമായി മഴ പെയ്യുകയാണ്. വീണ്ടും ഒരു വെള്ളപ്പൊക്കം ഇവിടേക്ക് വന്നാൽ ഇവിടുത്തെ വ്യാപാരികളെയാണ് ഏറ്റവും കൂടുതൽ ബാധിക്കാൻ പോകുക. വീടും പ്രദേശവാസികളെയും ഒക്കെ ബാധിക്കും. എന്നാൽ അതിനപ്പുറം ഈ ഓണമൊക്കെ മുൻകൂട്ടി കണ്ട് കച്ചവടത്തിന് തയ്യാറായിരുന്ന ആളുകളുടെ കടകളിലെല്ലാം ഈ കാണുന്ന കൂട്ട് കടകളിലെല്ലാം ഇപ്പോഴും വെള്ളം കെട്ടി നിറഞ്ഞു കിടക്കുകയാണ്. അപ്പോൾ അത്തരത്തിൽ വ്യാപാരി വ്യവസായി ആളുകളെ വലിയ തോതിൽ ഇത് ബാധിക്കും. നമ്മളോടൊപ്പം ഈ വ്യാപാര വ്യവസായിയുടെ സെക്രട്ടറി ഉണ്ട്. അപ്പോൾ നമുക്ക് അദ്ദേഹത്തോടു കൂടി ചോദിക്കാം. സാർ, ഈ വ്യാപാരി വ്യവസായ യുവജന സമിതിയുടെ ജനറൽ സെക്രട്ടറിയാണ്. റാന്നിയിലെ വ്യാപാരികൾ അടിക്കടി ഉണ്ടാകുന്ന ഫ്ലാഷ് ഫ്ലഡ് മൂലം റാന്നിയിലെ വ്യാപാരികൾ അത്യന്തം ദുരിതത്തിലാണ്. ഇപ്പോൾ ഓണം പ്രമാണിച്ച് എടുത്ത് വെച്ചിരിക്കുന്ന സ്റ്റോക്കുകൾ, അതായത് ടെക്സ്റ്റൈൽ വ്യാപാരികൾ, പലചരക്ക് വ്യാപാരികൾ, ചെരുപ്പ് കടകൾ, ഇവരെല്ലാം എടുത്തു വെച്ചിരിക്കുന്ന സ്റ്റോക്കുകൾ മുഴുവൻ കഴിഞ്ഞ ദിവസത്തെ ഫ്ലാഷ് ഫ്ലഡിൽ നശിച്ചുപോയി. നമ്മൾ ഈ 2018 ഫ്ലഡ് ഉണ്ടായപ്പോൾ ഡിസാസ്റ്റർ മാനേജ്മെന്റിന് ഞങ്ങളൊരു അലേർട്ടിനുള്ളൊരു ഫെസിലിറ്റി ഞങ്ങൾ ഉണ്ടാക്കി കൊടുക്കുകയുണ്ടായി. അതായത് ഇവിടെയുള്ള മോസ്കുകളും അമ്പലങ്ങളും പള്ളികളും ലൈറ്റ് ആൻഡ് സൗണ്ട് സിസ്റ്റംകാരെയും കൂടെ കോർഡിനേറ്റ് ചെയ്തിട്ട് എല്ലാവരുടെയും സമ്മതപത്രം മേടിച്ച് അവരുടെ എല്ലാം നമ്പറും അവരുടെ എല്ലാം ഡീറ്റെയിൽസും ഉൾപ്പെടെ ഞങ്ങൾ ബഹുമാനപ്പെട്ട അന്നത്തെ ജില്ലാ കളക്ടർ നൂഹിന്റെ നേതൃത്വത്തിൽ ഞങ്ങൾ ഡിസ്ട്രിക്ട് ഡിസാസ്റ്റർ മാനേജ്മെന്റിനെ അറിയിച്ചിരുന്നതാണ്. ഈ നമ്പറുകൾ മുഴുവൻ അവരുടെ എല്ലാം കൺസെന്റോടുകൂടി തന്നെ ഇപ്പോഴും അവരുടെ കയ്യിൽ ഈ റെക്കോർഡ്സ് എല്ലാം ഉണ്ടായിട്ട് പോലും കഴിഞ്ഞ ദിവസത്തെ ഫ്ലാഷ് ഫ്ലഡ് അറിയിക്കാൻ ജില്ലാ ഭരണകൂടം തീർത്തും പരാജയപ്പെട്ടു. പെട്ടെന്നുണ്ടായ ഒരു ഫ്ലാഷ് ഫ്ലഡായിരുന്നു. അത് ഉണ്ടാകാൻ തീർത്തും പരാജയപ്പെട്ടു. പിന്നെ ഞങ്ങൾ 18 പോയിന്റ് ഔട്ട് ചെയ്ത മറ്റൊരു കാര്യം, ഈ വലിയ തോടിന്റെ ആഴം വളരെയധികം കുറഞ്ഞിരിക്കുന്നു. ഈ വലിയ തോടെന്ന് പറയുന്നത് മോതിരവയലിൽ നിന്നും മാടത്തുംപടിക്കൽ നിന്നും 2 സ്ഥലത്തുനിന്നായിട്ട് വന്നിട്ട് അത് ജോയിന്റ് ആയിട്ട് വരുന്ന തോടാണ് വലിയ തോട്. ആ വലിയ തോട് എല്ലാവരും കയ്യേറിയതിന്റെ ബാക്കി ഭാഗം മാത്രമേ ഇപ്പോൾ ഉള്ളൂ. അതിന്റെ ആഴം തീർത്തും നശിച്ചു. അപ്പോൾ പമ്പയാറ്റിൽ നിന്ന് വെള്ളത്തിന്റെ ലെവൽ കൂടി കഴിഞ്ഞാൽ ഉടൻ തന്നെ ആ വെള്ളം ഈ വലിയ തോടിൽ കൂടി കയറി റാന്നിയിലുള്ള വ്യാപാരികളുടെ വ്യാപാര സ്ഥാപനങ്ങൾ മുഴുവൻ മുങ്ങുന്ന അവസ്ഥയാണ് ഇപ്പോൾ നിലവിലുള്ളത്. ഇത് സ്ഥിരമായി തുടരുന്നത് മൂലം വ്യാപാരി വ്യവസായി ഏകോപന സമിതിയിലെ അംഗങ്ങളാണെങ്കിലും അല്ലെങ്കിലും ഉള്ള വ്യാപാരികൾ മൊത്തത്തിൽ പ്രതിസന്ധിയിലാണ്. 2018 ഫ്ലഡിന് ശേഷം 10 ലക്ഷം രൂപ വ്യാപാരികൾക്ക് തന്നെന്നാണ് ജില്ലാ സെക്രട്ടറി ഇന്നലെ പറഞ്ഞത്.
ഞങ്ങളെ സംബന്ധിച്ച് ഞങ്ങളുടെ വ്യാപാരി വ്യവസായ യോജന സമിതി വ്യാപാരി സമൂഹത്തിന് ഒരു നയാ പൈസ പോലും ആരും തന്നിട്ടുമില്ല, ഒരു സബ്സിഡിയും തന്നിട്ടില്ല. 10 ലക്ഷം രൂപ ഞങ്ങൾക്ക് തരാമെന്ന് പറഞ്ഞ് ഞങ്ങളെ കൊണ്ട് റെക്കോർഡ്സ് കളക്ട് ചെയ്ത് ഫോം ഒപ്പിടിച്ച് പോയതല്ലാതെ ഒരു നയാ പൈസ പോലും നമുക്ക് തന്നിട്ടില്ല. 10 ലക്ഷം രൂപ തരാമെന്ന് അന്ന് അനൗൺസ് ചെയ്തായിരുന്നു. പക്ഷേ റാന്നിയിലെ ഒരു വ്യാപാരിക്ക് പോലും ഒരു നയാ പൈസ പോലും തന്നിട്ടില്ല. അങ്ങനെ കിട്ടിയതായിട്ട് ഞങ്ങൾക്ക് അറിയുകയില്ല, തന്നിട്ടുമില്ല. 2018 ശേഷം ഏതാണ്ട് 60ഓളം വ്യാപാരികൾ വ്യാപാരം നിർത്തിപ്പോയി. കാര്യം അവർക്ക് വൻപിച്ച കടബാധ്യത മൂലം അവർക്ക് മുന്നോട്ട് പോകാനുള്ള ബുദ്ധിമുട്ടുകൊണ്ട് അവർ വ്യാപാരം നിർത്തിപ്പോയി. ഇനിയും ഈ സ്ഥിതി ഇങ്ങനെ തുടർന്നു വന്നാൽ റാന്നിയിലെ വ്യാപാര മേഖല മൊത്തം സ്തംഭിക്കും. പൊതുജനങ്ങളാണ് അതിലും കഷ്ടപ്പെടുന്നു. വീടുകളിൽ വെള്ളം കയറി ആകപ്പാടെ പ്രശ്നമാകുന്നു. അപ്പം നദിയിൽ മണൽ വാരുകയോ ചെളി നീക്കം ചെയ്യുകയോ വലിയ തോടിന് വീതി കൂട്ടുകയോ ആ എൻക്രോച്ച്മെന്റ് കണ്ടുപിടിച്ചിട്ട് തോട് കറക്റ്റ് സുഗമമായി ഒഴുകത്തക്ക രീതിയിലുള്ള സാഹചര്യം ഉണ്ടാക്കിയില്ലെങ്കിൽ ഇത് വീണ്ടും വീണ്ടും തുടരുകയും റാന്നിയിലെ ജനങ്ങൾ ദുരിതത്തിലാവുകയും ചെയ്യും. അതുകൊണ്ട് റാന്നിയിൽ അടിക്കടി ഉണ്ടാകുന്ന ഈ വെള്ളപ്പൊക്കം, അതായത് ഇപ്പോൾ ഇദ്ദേഹം പറഞ്ഞതുപോലെ തന്നെ പല കാരണങ്ങളാണ് ഇതിനുള്ളത്. ഈ ശക്തമായ മഴയ്ക്കൊപ്പം വരുത്തി വെക്കുന്ന വെള്ളപ്പൊക്കവും കൂടി ആകുമ്പോഴത്തേക്കാണ് ഇത് വലിയ തോതിലുള്ള ഒരു പ്രശ്നമായി മാറുന്നത്. ഇദ്ദേഹം പറഞ്ഞതുപോലെ തന്നെ പമ്പയാറിൽ വെള്ളത്തിന് ഒഴുകാനുള്ള ഒരു സൗകര്യമില്ല. അതായത് വളരെയധികം മണലുകളും മണൽ പുറ്റുകളും അതുപോലെയുള്ള ചെളിയും ഒക്കെ അടിഞ്ഞ് 2018 ഫ്ലഡിൽ ഡാമിൽ നിന്നൊക്കെ വന്ന എക്കലും ഒക്കെ അടിഞ്ഞിട്ട് വലിയ തോതിലുള്ള പ്രശ്നം പമ്പയാർ ഉൾപ്പെടെയുള്ള ആറുകളിലുണ്ട്. ഇതൊക്കെ കൃത്യമായി നീക്കം ചെയ്തെങ്കിൽ മാത്രമേ ഈ വെള്ളം കയറുന്നതിന് ഒരു ശാശ്വതമായിട്ടുള്ള ഒരു പരിഹാരം ഈ റാന്നി പോലെയുള്ള മേഖലകളിൽ കണ്ടെത്താൻ കഴിയുള്ളൂ. ഈ റാന്നിയിൽ ഇപ്പം വെള്ളം കയറി കഴിഞ്ഞാൽ, ഇന്ന് വീണ്ടും റാന്നിയിൽ വെള്ളം കയറി കഴിഞ്ഞാൽ അതിനുശേഷം വീണ്ടും ഇത് വെള്ളം ഇറങ്ങി തുടങ്ങുമ്പോൾ ആറന്മുളയിലേക്ക് ചെല്ലും. അപ്പോൾ ആറന്മുളയിലും ഇത് കനത്ത പ്രതിസന്ധിയാകും. ആറന്മുളയിൽ ഇപ്പോൾ തന്നെ കഴിഞ്ഞ ദിവസങ്ങളിൽ കയറിയ വെള്ളം ആറന്മുളയിലോ കോഴഞ്ചേരിയിലോ അല്ലെങ്കിൽ അപ്പർ കുട്ടനാടൻ മേഖലകളിൽ നിന്നോ പൂർണ്ണമായിട്ടും ഇറങ്ങിയിട്ടില്ല. പല ഭാഗങ്ങളിലും ഇറങ്ങിയെങ്കിലും പൂർണ്ണമായിട്ടും ഇറങ്ങിയിട്ടില്ല. അപ്പോൾ അത്തരം പ്രതിസന്ധികളിലേക്ക് വീണ്ടും ഇത് കടന്നു ചെല്ലുന്ന ഒരു സാഹചര്യം ഉണ്ടാകും. ആ സാഹചര്യങ്ങളൊക്കെ നേരിടാൻ ഇപ്പോൾ എന്തായാലും പലയിടത്തും ക്യാമ്പുകളും കാര്യങ്ങളും ഒക്കെ ഒരുക്കിയിട്ടുണ്ടെങ്കിലും അത് മാത്രം പോരാ എന്നുള്ളതാണ് ഇവരൊക്കെ തന്നെ പറയുന്നത്. ചേട്ടാ, ഇപ്പൊ നിലവിലെ അവസ്ഥ എന്താ? ഇപ്പം നിലവിലെ അവസ്ഥ എന്ന് പറഞ്ഞാൽ പിന്നെയും വെള്ളം കയറിക്കൊണ്ടിരിക്കുന്നു. വെള്ളം കയറുമെന്നാണ് പറയുന്നത്. ഡാം ഏതാണ്ട് തുറന്നിടുക, അതുകൊണ്ട് വെള്ളം കയറാൻ സാധ്യത കൂടുതലാണ്. ഞാനിവിടെ വണ്ടിയിലെ സ്റ്റാൻഡിൽ ഏൻ്റെ വണ്ടികളൊക്കെ ഇന്ന് തിരുവല്ല കോടിഞ്ചേരി റൂട്ടിലെ വണ്ടികളൊന്നും ഓടുന്നില്ല. അവിടെ വെള്ളം കയറി കിടക്കുക. പുറമറ്റം, വെണ്ണിക്കുളം, പിന്നെ കോടിഞ്ചേരി റൂട്ടിലെ കാട്ടൂര്, കിളിയാനിക്കൽ, കീക്കുടൂർ അവിടെയെല്ലാം വെള്ളം കയറി കിടക്കുക. അതുകൊണ്ട് ആ റൂട്ടിലെ വണ്ടികൾ ഓടുന്നില്ല. വെള്ളം കയറുന്ന സ്ഥലത്തെ ആളുകളെ മാത്രമല്ല ഇത് ബാധിക്കുക എന്നുള്ളതാണ് ഇപ്പോൾ അദ്ദേഹത്തോട് സംസാരിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവുന്നത്. കാരണം ഇത്തരത്തിൽ നമ്മളിപ്പോൾ നിൽക്കുന്നത് ബസ് സ്റ്റാൻഡാണ്. ഇവിടേക്ക് ഓടുന്ന ബസ്സുകൾ, സ്വകാര്യ ബസ് മേഖലയെ സംബന്ധിച്ചിട്ട് ഓൾറെഡി അവർ പ്രശ്നങ്ങൾ നേരിട്ടുകൊണ്ടിരിക്കുകയാണ് എന്ന് പറയുന്നുണ്ട്. അതിനോടൊപ്പം തന്നെ ഇത്തരത്തിൽ പ്രധാനപ്പെട്ട റൂട്ടുകളിലെ സ്വകാര്യ ബസ്സുകൾക്ക് ഓടാൻ സാധിക്കാതെ വരിക, അതുപോലെ ഇത്തരത്തിൽ വെള്ളം കയറുന്ന പ്രദേശങ്ങളിൽ കച്ചവടം നടത്തുന്നവരുടെ അവസ്ഥ, ജീവിക്കുന്ന ആളുകളുടെ അവസ്ഥ, അവിടേക്ക് ഓരോ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് വരുന്നവരുടെ അവസ്ഥ, ഇതെല്ലാം എല്ലാവരെയും ഒരേപോലെ ബാധിച്ചുകൊണ്ടിരിക്കുകയാണ്.